रिस्पॉन्स हुआ। लगभग कितनी गाड़ियां ऐसे कुछ लोग बोल रहे हैं ये मूविंग कार है, मूविंग कार में ब्लास्ट हो गया ऐसे बोल रहे हैं। हेलो उस मैं लाल किले में आ रहा हूँ। मोहसिन, उस समय बाजार पे बाहर रोड पे कितनी भीड़ थी? सर देखिए, रोड पे बेशुमार भीड़ थी। यहाँ पे ये माहौल ऐसा है, ये इलाका ऐसा है, यहाँ पे एनी टाइम भीड़ रहती है। यहाँ पे भीड़ समझ लीजिए आपको रात की 10 बजे के बाद भीड़ कम होना शुरू होता है, फिर भी लोग यहाँ पे मौजूद रहते हैं, फोटोज होता है। क्या उस समय जब जाम था तो वो गाड़ियां भी चपेट में आई उस ब्लास्ट के? आप थे यहाँ पे? गाड़ी मूविंग में था क्या उसी टाइम पे? क्या वो जो ब्लास्ट वाली गाड़ी थी वो मूविंग थी या फिर एक जगह पे खड़ी थी? हमें नहीं पता क्योंकि मैं पीछे फिर के खड़ा हुआ था। खड़े हुए गाड़ी में ब्लास्ट हो गई और मूविंग कार में ब्लास्ट हो गई। कितने लोग लगभग इंजर्ड हुए होंगे अगर आपने जो देखे? गाड़ी धुआं क्या देखा था? നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇനി വരാനുള്ളത്. മരണസംഖ്യ ഉയരുന്നതായ റിപ്പോർട്ടുകളുണ്ട്. 10 എന്ന് ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു. അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലസ്ഥാനത്ത് ഉണ്ടായ സ്ഫോടനം എങ്ങനെ ഉണ്ടായി? അത് അപകടമല്ല, മറിച്ച് അതൊരു IED എക്സ്പ്ലോഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. FSL ടീമുകൾ 4 FSL ടീമുകൾ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിശോധനയിൽ നിന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നിരവധി ഏജൻസികൾ NIA, NST, CRPF, ഡൽഹി പോലീസ് 4 സേനകൾ ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ട്. FSL ടീമുകൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ അറിയാനുള്ളത്. പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. പരിക്കേറ്റവരുടെ നിലയിൽ 3 പേരുടെ നില അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഒരാളുടെ നില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായിട്ടുള്ളത്. 9 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണം 10 ആയതായ റിപ്പോർട്ടുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണറുമായി നിരന്തര സമ്പർക്കത്തിലാണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഇപ്പോൾ NIA അടക്കം സംഭവ സ്ഥലത്തുണ്ട്. FSL ടീമുകൾ സാമ്പിളുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നു? അഭിലാഷ്, ഇപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണറുടെ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയത്. അതോടൊപ്പം തന്നെ CRPFന്റെ ഉദ്യോഗസ്ഥരും DIG കിഷോർ പ്രസാദാണ് നേരത്തെ ഇത് വളരെ നേരത്തെയാണ് കാര്യങ്ങൾ ഇക്കാര്യത്തിലൊരു കൃത്യമായ ഒരു അന്തിമമായ തീരുമാനം, അതായത് എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഭീകരാക്രമണം എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സ്ഫോടനം, അത് പ്രഹരശേഷി അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറുകൾ, മറ്റു വാഹനങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. സമീപ തെരുവ് കച്ചവടക്കാരടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. വഴിയാത്രക്കാരുണ്ടായിരുന്നു, ചെങ്കോട്ട കാണാനെത്തിയവരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമാണ് എന്നുള്ളൊരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തുന്ന അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം കൊല്ലപ്പെട്ടവർ 9 പേർ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ LNJPയിലാണ്. പൊള്ളലേറ്റ നിലയിലാണ് പലരെയും കൊണ്ടുവന്നിട്ടുള്ളത്. തകർന്ന വാഹനങ്ങൾ പല ഭാഗത്തായിട്ട് ചിതറിക്കിടപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ITOയിൽ വരെ ഇതിൻ്റെ സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ എത്രത്തോളം വലുതായിരുന്നു ഇത് സ്ഫോടനം എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പോലീസിന്റെ അന്വേഷണം, അതോടൊപ്പം തന്നെ CRPFന്റെ ഉദ്യോഗസ്ഥരും അടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇതിന്റെ സുരക്ഷിതത്വം CRPFന്റെ കൈകളിലാണുള്ളത്. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ തന്നെ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വലയത്തിലാണ് ഈ മേഖല മുഴുക്കെ ഉള്ളത് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. LNJP ആശുപത്രിയിലെ ഇവിടെയുള്ള പരിക്കേറ്റവരെയൊക്കെ തന്നെ നീക്കം ചെയ്തിരിക്കുന്നു. സംഭവം നടന്ന സ്ഥലം പൂർണ്ണമായും പോലീസിന്റെ വലയത്തിലാണ്. അവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ള പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. 1-ാം നമ്പർ ഗേറ്റിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിയിൽ തൊട്ടടുത്ത ഏകദേശം 3-4 വാഹനങ്ങൾ കൂടി തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷ എല്ലാം തകർന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കണം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ മാത്രമേ അത് ആ നിലയിൽ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുകയുള്ളൂ. നടന്നത് ഭീകരാക്രമണമാണ് എന്നാണ് സൂചന. നേരത്തെ ഫരീദാബാദിൽ വലിയ സ്ഫോടക വസ്തു ശേഖരം
2900 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിച്ചിരുന്നു. ഇതിപ്പോൾ 6:52 ഡൽഹിയിലെ ഏറ്റവും തിരക്കുള്ള ചെങ്കോട്ടയ്ക്ക് സമീപത്തെ ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഒരു കാറിൽ നിന്ന് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. തുടർന്നാണ് ഇത്രയും വലിയ അപകടമുണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. നടന്നതൊരു ഭീകരാക്രമണമാകാനാണ് സാധ്യത. ഒരു ID ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് സംബന്ധിച്ച കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു. ഇപ്പോൾ 4 FSL ടീമുകൾ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ NIAയും NSDയും സ്ഥലത്തുണ്ട്. നാളെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് അടച്ചിടും എന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അതിജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളും. വാരണാസി, അയോധ്യ, ബോംബെ അടക്കം പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം അതിസുരക്ഷയിലേക്ക് മാറിയിരിക്കുന്നു. 6:52 ഈ സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് 7:29 വരെ അഗ്നിബാധയുണ്ടായി. 7:29 7 ഫയർ എഞ്ചിനുകൾ പരിശ്രമിച്ചാണ് തീ അണച്ചത്. അഗ്നിബാധയിൽ പരിക്കേറ്റ ആളുകളെ LNJP ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. LNJP ആശുപത്രിയിൽ ഇപ്പോൾ 15 പേരാണ് പരിക്കുകളായി ഉള്ളത്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് നാളെ അടച്ചിടുമെന്ന് മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സഞ്ജയ് ഭാർഗവ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇനി അറിയാനുണ്ട്. എല്ലായിടത്തും ഹൈ അലർട്ടാണ്. പോലീസ് ഉത്തർപ്രദേശിലും മറ്റ് വിവിധ ഇടങ്ങളിലും വളരെ ശക്തമായ തെരച്ചിലുകൾ, പരിശോധനകൾ, വാഹന പരിശോധനകൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം അതിജാഗ്രതയിലാണ് എന്ന് പറയാം. നടന്നത് ഭീകരാക്രമണമാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ ഭീകരാക്രമണമാകാനാണ് കൂടുതൽ സാധ്യത. ഒരു CNG ബ്ലാസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിന് തീപിടിച്ചാൽ ഉണ്ടാകുന്ന ബ്ലാസ്റ്റോ ഇങ്ങനെ ആവില്ല എന്ന് എക്സ്പേർട്സ് ഉറപ്പിച്ചു പറയുന്നു. ഒരു IED ആക്രമണം, ഒരു പോസിബിൾ IED ബ്ലാസ്റ്റ് എന്നാണ് ഇപ്പോൾ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം. പോലീസ് ഔദ്യോഗികമായി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചു ഡൽഹിയിൽ എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. 9 മരണം സംഭവിച്ചിരിക്കുന്നു. ഗേറ്റ് നമ്പർ 1 റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ സമീപത്തുണ്ടായ കാറിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനത്ത് കാർ ബോംബ് ആക്രമണമാണ് ഉണ്ടായത്. ഭീകരാക്രമണം എന്ന സൂചന വരുന്നു.